നബിയെ കണ്ടില്ലേ, ആരെങ്കിലും കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ ലറആന, നമ്മളെ കാണുമല്ലോ നബിയെ. അപ്പൊ നബി തങ്ങൾ ശരിക്കും പേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ? മിണ്ടാണ്ടിരിക്കല്ലേ ചെയ്യാ? തങ്ങൾ സംസാരിച്ചു. ലാ തഹ്സൻ, നിങ്ങൾ പേടിക്കല്ലേ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ട്. മാ ളന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ, നമ്മൾ രണ്ടുപേരുടെ കൂടെ മൂന്നാമൻ പടച്ചോനുണ്ടെങ്കിൽ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ വീട്ടിൽ ഇനി 10 ആളുണ്ടായാലും 11ാമൻ അല്ലാഹു ഉണ്ട് നമുക്ക് തോന്നാറുണ്ടോ? നമ്മുടെ കൂടെ പടച്ചോനുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് എപ്പോഴെങ്കിലും വരാറുണ്ടോ? എന്റെ കൂടെ പടച്ചോനുണ്ട്, എന്റെ വീട്ടിൽ എന്റെ മക്കൾ, എന്റെ മാതാപിതാക്കൾ, എന്റെ ഭാര്യ, നമ്മുടെ നാട്, ഇതിന്റെയൊക്കെ സംരക്ഷകനായി പടച്ച തമ്പുരാനുണ്ട്. ആ പടച്ച തമ്പുരാൻ പറഞ്ഞത് നമ്മൾ ചെയ്തു തീർത്താനാ. അല്ലാഹുവിന്റെ സഹായം അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്നില്ലയോ? നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു സൈന്യം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ, അല്ലാഹു അവിടുത്തെ ഹബീബിനെയും അവരുടെ സ്വാഹിബായ സുദ്ദീഖ് എന്നവരെയും അല്ലാഹു സംരക്ഷിച്ചില്ലേ? وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. ശത്രുക്കളുടെ വചനങ്ങളൊക്കെ താഴ്ത്തിക്കളയുകയും അല്ലാഹുവിന്റെ വചനങ്ങളെ അല്ലാഹു ഉയർത്തുകയും ചെയ്തില്ലയോ? ഇത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലേ എന്ന് ഹിജ്റയുടെ യാത്രയെക്കുറിച്ചാണ് അല്ലാഹു പരാമർശിക്കുന്നത്. മരുഭൂമിയിൽ എത്തിയപ്പോഴാണ് സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന മനുഷ്യൻ നബി തങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി ഓടി വന്നത്. ആ മനുഷ്യൻ അരികത്തേക്ക് എത്തിയപ്പോ കുതിര താഴേക്ക് പോവാണ്, മണ്ണിലേക്ക് ആണ്ടുപോവാണ്. പേടിച്ചു. മുഹമ്മദ് നബിയെ, എന്നെ സംരക്ഷിക്കണേ, എന്നെ ഒന്ന് നോക്കണേ. ഞങ്ങൾ പറഞ്ഞു, പോര് സുറാഖ. നബി ഞങ്ങൾക്കറിയാം സുറാഖ നബിയുടെ തലയെടുക്കാൻ വന്നതാണെന്ന്. പോരെന്ന് പറഞ്ഞു. അല്ല, എഴുന്നേറ്റു. വീണ്ടും തോന്നി, 100 ഒട്ടകല്ലേ ഈ പോകുന്നത് എന്റെ മുമ്പിൽ, എന്റെ സമ്മാനമല്ലേ. വീണ്ടും വാളുകൊണ്ട് വാളെടുത്ത് കുതിര അടുത്ത് വന്നങ്ങ് വാള് വീശാൻ നിൽക്കുമ്പോ കുതിരയുടെ കാല് താഴേക്ക് കണ്ടുപോകുന്നു, മണലിൽ പോരാൻ പറ്റുന്നില്ല. അപ്പോഴും നിലവിളിച്ചു, ഒരു സുറാഖ. 3ാമത്തെ തവണയും ഈ കുതിരയുടെ കാലുകൾ മണ്ണിലെ കണ്ടുപോയപ്പോഴാണ് സുറാഖക്ക് മനസ്സിലായത്, ഇത് ഒരു സാധാ മനുഷ്യനല്ല. ഇവിടം ഏതോ ഒരു പരമമായ ഒരു ശക്തി പ്രവാചകരുടെ കൂടെയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ടുകൊണ്ട് സുറാഖ നബി തങ്ങളോട് പറയാ, നബിയെ, ഞാൻ അങ്ങയുടെ തലയെടുക്കാൻ വന്നതായിരുന്നു, ഇനി ഞാനത് ചെയ്യില്ല. ഞാൻ അങ്ങയുടെ ഇസ്ലാം സ്വീകരിക്കും. ഞാനിത് ഇപ്പൊ പറയുന്നില്ല, പക്ഷെ ഞാൻ ഇസ്ലാം സ്വീകരിക്കും, അങ്ങേക്ക് വാക്ക് നൽകുന്നു. അപ്പൊ നബി തങ്ങൾ സുറാഖയോട് പറഞ്ഞൊരു വാക്കുണ്ട്, സുറാഖ കൈഫ ബിക് ഇദാ ലബിസ്ത സിവാറൈ കിസ്റ വ ഖൈസർ. കിസ്റയുടെയും കൈസറിന്റെയും ആഭരണങ്ങൾ സുറാഖ നിങ്ങളുടെ കൈകളിൽ നൽകപ്പെടുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു? അപ്പൊ സുറാഖ ചോദിച്ചു. സ്വന്തം ജീവൻ കൊണ്ട് ഓടുകയാണ് നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക്. പറയുന്നത്, പേർഷ്യ എന്ന വലിയൊരു എംപയർ, പേർഷ്യൻ സാമ്രാജ്യം, അത് ഇസ്ലാമിലേക്ക് വരും എന്നാണ് ഈ പറയുന്നത്. അപ്പോ കിസ്റ ഇബ്നു ഹുർമുസിന്റെ മകൻ കിസ്റയുടെ സിംഹാസനവും രാജാധികാരവും അതാണോ നബി അങ്ങ് ഉദ്ദേശിച്ചത്? നഅം, അതെ. കിസ്റയുടെ കൊട്ടാരം, അവിടുത്തെ സർവ്വതും ഇസ്ലാമിന്റെ ഖസാനയിലേക്ക് വന്നത് 10 വർഷങ്ങൾക്ക് ശേഷമാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം. അന്ന് ഉമർ തങ്ങൾ വിളിച്ച്, സുറാഖ, നിങ്ങൾ എവിടെ? ആ കൈകളിൽ ഞാനിത് ചാർത്തിത്തരട്ടെ. നിങ്ങൾ പോയ ഈ ഒരു എക്സ്പെഡിഷൻ, അതിൽ നിങ്ങളുടെ ഓഹരി കിസ്റയുടെ വളകളാണ്, അത് നിങ്ങൾ എടുത്തോളൂ, അത് വിറ്റോളൂ, നിങ്ങൾക്ക് ജീവിക്കാം. ഇത് നബി തങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ലയോ എന്ന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ഒരു യാത്രയിൽ നബി തങ്ങളെ പരാക്രമിക്കാൻ വേണ്ടി പോയ ആൾ ഹിദായത്തുമായി തിരിച്ചു വന്ന ഒരു യാത്ര. ഇതുപോലെയുള്ള യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്. ഇപ്പൊ ഗൾഫിലേക്ക് പോയി അവിടെ ചെന്നിട്ട് കള്ളുകുടി തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അവിടെ ചെന്നിട്ട് വ്യഭിചാരം, പെണ്ണുപിടി, തോന്നിവാസം ചെയ്യുന്ന ആളുകളുണ്ട്. അതേപോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷ വെക്കാത്ത ചില രാജ്യങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് ദീനുമായി തിരിച്ചു വരുന്ന മക്കളുമുണ്ട്. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽപ്പെട്ട വൺ ഓഫ് ദി ഗൾഫ് കൺട്രീസ്, അവിടുത്തെ ഒരു മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ മകനെ UK പഠിക്കാൻ വിട്ടിരുന്നു. പോകുമ്പോ അദ്ദേഹം സ്പോർട്സ് മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം പോകുമ്പോ മകനിൽ സ്പോർട്സ് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാ. അദ്ദേഹം സ്പോർട്സ് പഠിച്ചു വരുമെന്നാ വിചാരിച്ചത്. പക്ഷെ മകൻ തിരിച്ചു വന്നത് വലിയൊരു ഹാഫിളായിട്ടും ആലിമായിട്ടുമാണ്. അദ്ദേഹം ഇന്ന് അവിടുത്തെ വലിയൊരു പള്ളിയിൽ ഇമാമ നിൽക്കുന്നു. അവിടുത്തെ റമദാനിലൊക്കെ ആ പള്ളി പരിസരങ്ങളൊക്കെ നിറഞ്ഞു കവിയലാണ്. പറഞ്ഞയച്ചത് കളി പഠിക്കാനാണ്, പക്ഷേ തിരിച്ചു വന്നത് കാര്യം പഠിച്ചുകൊണ്ടാണ്. അങ്ങനെ സംഭവിക്കുന്നു.
നേരെ മറിച്ച് നല്ല പ്രതീക്ഷയോടുകൂടെ നമ്മുടെ മക്കൾ നമ്മുടെ സ്കൂളിലേക്ക്, ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ വേണ്ടി പല നാടുകളിലേക്ക് കടന്നു പോകുന്നു. അവിടെ ചെന്ന് വഴിതെറ്റിപ്പോരുന്ന ആളുകൾ. ചില യാത്രകൾ അങ്ങനെയാണ്. നമ്മുടെ ചില തീരുമാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിർണയിക്കുന്നത് നമ്മുടെ ചോയ്സ് അനുസരിച്ചാണ്. നമ്മൾ എന്ത് തിരഞ്ഞെടുത്തു എന്നതാണ് വിഷയം. ചില ആളുകൾ ശരീരം നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു വരുന്നവരുണ്ട്, ചില ആളുകൾ ശരീരത്തെ നരകത്തിലേക്ക് കൊടുത്തുപോരുന്നവരുണ്ട്. അള്ളാഹു നമ്മെ സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് ചേർത്തി തരട്ടെ. ഈ ഒരു ചോയ്സിനെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച, നമ്മുടെ ഇന്നത്തെ വിഷയം. ഇന്നും സമയം അനുവദിക്കുകയാണെങ്കിൽ നാളെയും ഇൻഷാ അല്ലാഹ്. വൽമുഅ്മിനൂന വൽമുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله والمؤمنون والمؤمنات അല്ലാഹു ഏകനാണെന്നും അവനാണ് ആരാധനക്കർഹനെന്നും വിശ്വസിച്ച ആണുങ്ങളും പെണ്ണുങ്ങളും നിങ്ങൾ പരസ്പരം സഹായികളാണ്, നിങ്ങൾ പരസ്പരം സംരക്ഷകരാണ്. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കൂട്ടുകാരെ സഹായിക്കേണ്ടവരാണ്. എങ്ങനെ? ഈമാനികമായി, ആത്മീകമായി. പെണ്ണുങ്ങളും അങ്ങനെയാണ്. എന്താ ചെയ്യേണ്ടത്? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ ചെയ്യണം എന്ന് കൽപ്പിക്കേണ്ടവരാണ് നിങ്ങൾ. വയൻഹൗന അനിൽ മുൻകരി, തിന്മകൾ അരുത് എന്ന് പറയേണ്ടവരാണ്, പഠിപ്പിക്കേണ്ടവരാണ് നിങ്ങൾ. നമ്മൾ അങ്ങനെ നടക്കുന്നുണ്ടോ? നമ്മുടെ ഹൈസ്കൂളാണിത്, വേറെ നമ്മുടെ എംഇഎസ് സ്കൂൾ അവിടെ ഉണ്ട്, എംഇഎസ് കോളേജ് ഉണ്ട്, ഇവിടെ നമ്മുടെ പരതമ്മൽ സ്കൂളുണ്ട്, പൂട്ടിങ്ങൽ സ്കൂളുണ്ട്. നമ്മുടെ പരിസരങ്ങളൊക്കെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ മക്കൾ അവിടെ സുരക്ഷിതരാണെന്നും അവിടെ ആരും മയക്കുമരുന്ന് കൊണ്ടുപോയി കൊടുക്കുന്നില്ലെന്നും നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട് എന്ന് അല്ലാഹു തആല പറയാം. പോലീസും പട്ടാളമൊക്കെ പിന്നെ വന്നാൽ മതി. നമ്മൾ നാട്ടുകാരുടെ കൺമുമ്പിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ നടക്കാനൊരവസരം ഒരിക്കലും ഉണ്ടാവരുത്. അവർ നശിപ്പിക്കുന്നത് അടുത്ത ഒരു തലമുറയാണ്. ഇനി വരാവുന്ന തലമുറ ഈ ഒരു ഹാങ് ഔട്ടിൽ നടക്കുന്ന മക്കളാണെങ്കിൽ അവർക്ക് ദീൻ എന്തായാലും ഉണ്ടാവില്ല, ദുന്യാവ് ഉണ്ടാവില്ല. ഈ രാജ്യം ഇവിടെ എന്ത് നടന്നാലും ഒരു പ്രതിരോധിക്കാനുള്ള ഒരു ശബ്ദം പോലും ഇല്ലാതെ വെറും ഒരു ആഭാസം ചെയ്യുന്ന ജീവികളായി അടുത്തൊരു തലമുറ മാറിയാൽ എന്തായിരിക്കും നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ? യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണമേ. വയൻഹൗന അനിൽ മുൻകർ, തിന്മകൾ അരുത് എന്ന് നിങ്ങൾ തിന്മകളെ നിരോധിക്കുകയും ചെയ്യണം. വയുഖീമൂന സ്വലാഹ്, നിസ്കാരം നിലനിർത്തുന്നവരാവണേ. വയുഅ്തൂന സക്കാ, നിങ്ങളിലെ മുതലാളിമാർ സക്കാത്ത് കൊടുക്കുന്നവരാകണം. കഴിഞ്ഞില്ല. വയുതീഊന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണം. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവരെ കാരുണ്യവാനായ അല്ലാഹു അവരോട് റഹ്മത്ത് ചെയ്യുന്നതാണ്. നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയാണെങ്കിൽ. എന്റെ കൂട്ടുകാരന്റെ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം യുകെയിൽ പഠിക്കാൻ വേണ്ടി പോയ സമയം അവിടെ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചെറുപ്പക്കാരല്ലേ, 10-22 വയസ്സുള്ള സമയം, കോളേജിൽ നിന്ന് വരുന്ന വഴിയിൽ ഏതോ ഒരു ഊട് വഴിയിൽ ലണ്ടന്റെ സബർബിൽ എവിടെയോ പച്ച വ്യഭിചാരം നടക്കുന്നത് കാണാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട്, രണ്ടാളും മലപ്പുറം ജില്ലക്കാരാണ്. അപ്പോ എന്റെ സുഹൃത്ത്, അദ്ദേഹം റിയാദിലാണിപ്പോ, അദ്ദേഹം പറഞ്ഞു, നമ്മൾ ചെറുപ്പല്ലേ ഉസ്താദേ, നമുക്കൊന്നും അറിയില്ലല്ലോ, പച്ചയായൊരു വ്യഭിചാരം ഇങ്ങനെ നടക്കുമ്പോ അത് നോക്കണം, കാണണം. എന്റെ മനസ്സിലൊരു തോന്നല്, എനിക്ക് അത്രയ്ക്ക് ഈമാൻ എന്നുള്ളൂ. ഞാനിങ്ങനെ നിങ്ങൾ നടന്നു പോരാണ്, അപ്പൊ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു, നോക്കല്ലടാ. അപ്പൊ നീ എന്താടാ നോക്കുന്നുണ്ട്, മുമ്പോട്ട് നോക്കി നടക്ക്. അപ്പോഴും വീണ്ടും ഞാൻ നോക്കിയപ്പോ അവൻ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടൊരു വാക്ക് പറഞ്ഞു, ഡാ, നിന്റെ മുഖത്തുള്ള കണ്ണേ അള്ളാന്റെ റസൂലിനെയും നാളെ അള്ളാനെയും കാണാനുള്ള കണ്ണ, നീ ഇത് മലിനപ്പെടുത്തല്ലേ. അതങ്ങോട്ട് പറഞ്ഞപ്പോ എനിക്ക് കൽബിൽ എന്തോ തോന്നിപ്പോയി. ഇത് പറഞ്ഞത് ലണ്ടനിൽ വെച്ചാണ്. നമ്മൾ ആലോചിക്കണം, നമ്മളെ മമ്പാട്ടങ്ങാടി വെച്ചിട്ട് പറഞ്ഞതല്ല ഇത്. തിന്മകൾ പരസ്യമായി നടക്കാൻ അങ്ങനെ പറയുന്നില്ല. ലണ്ടനിൽ ഒരുപാട് മുസ്ലിമീങ്ങളും ഒരുപാട് ആളുകൾ, കഴിഞ്ഞ ആഴ്ച ലണ്ടനിൽ പോയിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ അവിടെ പാർക്കുകളിലൊക്കെ ഓപ്പൺ ആയിട്ട് അവറത്ത് കാട്ടിക്കൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ട് പരസ്യമായിട്ട്. എന്നാലും ഈമാനിന്റെ വലിയ ഒരു പ്രഭയുള്ള വലിയൊരു സമൂഹം അവിടെ ഉണ്ട് കേട്ടോ. 130 ഇസ്ലാമിക് സ്കൂളുകളുണ്ട് യുകെയിൽ. 130 ഇസ്ലാമിക് സ്കൂളുകൾ. നമ്മൾ ചിന്തിക്കോ അങ്ങനെ കണ്ട്.
അവിടെയാണ് ആധുനിക കാലഘട്ടത്തിന്റെ ഇമാം ഗസാലി എന്നറിയപ്പെടുന്ന ലോകപ്രശസ്തനായ പണ്ഡിതൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം മുറാദ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, വലിയൊരു സൂഫി പണ്ഡിതനാണ്, ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്പീച്ചസ് ഒക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അറിയുന്ന, സാധാരണ ഇംഗ്ലീഷ് പോരാ, നല്ല ലിറ്ററേച്ചർ പഠിച്ച ആളുകളൊക്കെ ആണെങ്കിൽ അബ്ദുൽ ഹക്കീം മുറാദ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് എടുത്തു നോക്കുക. വളരെ ഫിലോസഫിക്കലാണ്, വളരെ തസവുഫ് ആഴത്തിൽ. ഈ കാലഘട്ടത്തിൽ ഇമാം ഗസാലി എന്നാണ് ഷെയ്ഖ് ഹംസ യൂസുഫ് അവറുകളൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. അത്രയും വലിയ പണ്ഡിതന്മാരും അവരുടെ ദർസുകളും ഒക്കെ നടക്കുന്ന സ്ഥലം കൂടിയാണ്. എന്നാലും തിന്മയുടെ ഒരു അതിപ്രസരം അവിടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഇടയിൽ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവർക്ക് ഓർമ്മ വരുന്നത്. ഇതൊരു ചെറിയ കാര്യമാണോ? നമ്മുടെ മക്കൾ അങ്ങനെയല്ലേ ആവേണ്ടത്? ആ കൂട്ടുകാരനെ സംബന്ധിച്ച് എന്റെ ഈ സുഹൃത്ത് പറയും, എനിക്ക് അവനെ മറക്കാൻ കഴിയില്ല. ആ ഒരു പറഞ്ഞ വാക്ക് ഇന്നും എന്റെ ചെവിയിലുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് 10-15 കൊല്ലായിപ്പോ. പക്ഷേ അദ്ദേഹം അത് വളരെ കൗതുകത്തോടുകൂടെ എന്നോട് സംസാരിച്ചപ്പോ, ഈ അടുത്ത സമയം സംസാരിച്ച് പറഞ്ഞു, വല്ലാത്തൊരു വാക്കായിരുന്നു അത്. എന്താണ് ഈമാൻ? നമ്മുടെ മക്കളൊക്കെ അങ്ങനെ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ അവരോട് നിങ്ങൾ പോകുന്ന സ്ഥലത്ത് പോയി കള്ളുടിക്കരുത് എന്നല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കള്ളുടിക്കരുതെന്ന് മാത്രമല്ല, കുടിക്കുന്ന ആളുകളെ നിങ്ങൾ അതിൽ നിന്ന് മോചിപ്പിക്കുക ചെയ്യണം, അവരെ നന്നാക്കിയെടുക്കണം എന്നാണ് നമ്മുടെ മക്കളോട് പറയേണ്ടത്. അവരെ നന്നായി നടന്നാൽ മാത്രം പോരാ, അവിടെ ഒരു റിഫോർമേഷൻ, അവിടെ ഒരു നന്മ, അവിടെ ഒരു മൊറാലിറ്റി അവിടെ ബിൽഡ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയണം. പടച്ച തമ്പുരാൻ നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. കുറെ ആളുകൾ അത്ഭുതങ്ങൾ കണ്ടാലും സ്വീകരിക്കാത്തവരുണ്ട്, അത്ഭുതങ്ങൾ കണ്ട് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ആൻഡ്രൂ ടേറ്റ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളെ കുട്ടികൾക്ക് അറിയായിരിക്കും അല്ലെ? ആൻഡ്രൂ ടേറ്റ് മൊറാലിറ്റിക്ക് വേണ്ടി, ധാർമ്മികതയ്ക്ക് വേണ്ടി സംസാരിച്ച ആളായിരുന്നു അദ്ദേഹം. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇങ്ങനത്തെ ആളുകളൊക്കെ എങ്ങനെയാണ് ഈ ഇസ്ലാം അറിയാതെ പോകുന്നത്? സുബ്ഹാനല്ലാഹ്. കാരണം ഈ സ്വർഗഭോഗത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. ആൻഡ്രൂ ടേറ്റ് ചെറുപ്പക്കാരനാണ്. ഇപ്പോഴത്തെ കഴിഞ്ഞ മാസം ഞാൻ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് അല്ലെ? കുട്ടികൾക്ക് അറിയായിരിക്കും. അദ്ദേഹം പറയും, നിങ്ങൾ യു മേ ബി ഗേ ലെസ്ബിയൻ ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. എനിക്ക് എന്റെ മക്കളെ നിങ്ങൾ എന്തിനാണ് കറക്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ സ്വർഗഭോഗ രോഗികളായി നിങ്ങൾ ജീവിച്ചോളൂ, പക്ഷേ എന്റെ മക്കൾ അങ്ങനെ ആവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ മക്കളെ ഞാനാ വളർത്തുന്നത്, എന്തിനെന്റെ മക്കളുടെ മൈൻഡ് നിങ്ങൾ കറപ്റ്റ് ചെയ്യുന്നു എന്ന് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അദ്ദേഹം സംസാരിച്ചത് കണ്ടു. അതിന്റെയൊക്കെ ശേഷം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന് പരസ്യമായി പറയുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ധാർമ്മികത ഇസ്ലാം അങ്ങനെയാണ്, അതിന്റെ ഫലമാണ്. ജോഷ്വ ഇവാൻസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. നമ്മുടെ യുവാക്കൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷൊക്കെ ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു പ്രഭാഷണമാണ് ജോഷ്വ ഇവാൻസ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആളാണ്. ഹിദായത്തിന്റെ വെളിച്ചമെത്തി അദ്ദേഹം ഇന്ന് ആളുകൾക്ക് വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്റ് സ്റ്റീവൻസിന്റെ കഥ നമ്മൾ പറയാറുണ്ട്. മയാമി ബീച്ചിൽ അദ്ദേഹം കുളിക്കാനിറങ്ങി. പോപ്പ് ഗായകൻ, ഇപ്പൊ വലിയ പ്രായമായി, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. കാരണം അവരൊക്കെ കുളിക്കാൻ വേണ്ടി മയാമി ബീച്ചിലേക്ക് ഇറങ്ങി അമേരിക്കയിൽ. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ അദ്ദേഹത്തെ തിരമാലകൾ അങ്ങോട്ട് ഉള്ളോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നീന്തുന്ന അത്ര വശമില്ലായിരുന്നു, ഞാൻ ഉറപ്പിച്ചു ഞാൻ മരിക്കുകയാണ്, ഉറപ്പിച്ചു മരിക്കുകയാണ്. ആ സമയം അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്ന് പടച്ചോനെ കുറിച്ച് ഒരു ഓർമ്മയില്ല, ഞാൻ മുസ്ലിമും അല്ല നിരീശ്വരവാദി ഒന്നുമല്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ ഞാനൊരു വാക്ക് പറഞ്ഞു, Oh my God, if you save me, I will work for you. ദൈവമേ, അങ്ങനെ ഒരാളവിടെ ഉണ്ടെങ്കിൽ, അദ്ദേഹം അത്ര ഉദ്ദേശിച്ചുള്ളപ്പോ, ദൈവമേ നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ, അദ്ദേഹം പറഞ്ഞു, പെട്ടെന്നൊരു തിരമാല വന്ന് എന്നെ ഇങ്ങനെ കരയിലേക്ക് അടുപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ കരയിലേക്ക് എത്തി. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ ഇങ്ങനൊരു വാക്ക് പറഞ്ഞിരുന്നല്ലോ, I have to fulfill my word. അപ്പൊ ഏതായിരിക്കും ആ പടച്ചോൻ എന്നറിയണല്ലോ. അങ്ങനെ അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു. ജൂതമതം പഠിച്ചു, ക്രിസ്തുമതം ജെറൂസലേമിൽ പോയിട്ടുണ്ട്, ക്രിസ്തുമതം പഠിച്ചു, റോമിൽ പോയി, ഒക്കെ പഠിച്ചു. ഇസ്ലാം പഠിച്ചു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ സഹോദരനുണ്ട്, അതിന്റെ പേര് മൈക്കിൾ എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, റോബർട്ട്. അദ്ദേഹം ജെറൂസലേം വിസിറ്റ് കഴിഞ്ഞ് വന്നപ്പോ അദ്ദേഹം അനുജൻ മുസ്ലിം ആയിട്ടുണ്ട്. അപ്പോഴേക്കും അദ്ദേഹം ജ്യേഷ്ഠന്റെ ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുത്ത ഒരു മുസാഫിന്റെ ഒരു കോപ്പി, അതിന്റെ പരിഭാഷ, ആ പരിഭാഷ കൊണ്ടുപോയി കൊടുത്തു. കാറ്റ് സ്റ്റീവൻസ് പോപ്പ് ഗായകനാണ്, പോപ്പ് സിംഗറാണ്. 1970-കളിലെ പോപ്പ് ഗായകനാണ്. ലോകം കണ്ട പ്രഗത്ഭനായ പോപ്പ് സിംഗർ. അദ്ദേഹത്തിന്റെ കയ്യിലാ. അദ്ദേഹം ഖുർആന്റെ പേജുകൾ മറിച്ചു നോക്കി, അദ്ദേഹം അത് വായിച്ചു, ആഴത്തിൽ പഠിച്ചു, അദ്ദേഹത്തിന് ഉറപ്പിച്ചു ഇത് തന്നെയാണ് സത്യമെന്ന്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പേര് യൂസുഫുൽ ഇസ്ലാം എന്നാണ്. യൂസുഫുൽ ഇസ്ലാം. അല്ലാഹ് എന്തായി ചോദിക്കുന്നത്?
ചന്ദ്രനെ 2 ഭാഗമാക്കുകയോ? ചന്ദ്രൻ പിളർന്നു എന്നത് ലോകത്ത് നടന്ന ഒരു സംഭവമാണെന്ന് നാസയുടെ വളരെ പുതിയ ഒരു വിശദമായൊരു പഠനം പുറത്തു വന്നിട്ടുണ്ട്. കുറച്ച് യുക്തിവാദികളെങ്കിലും അത് നടന്നിട്ടില്ല, അത് വെറുതെ പറയാണ് എന്നൊക്കെ ഒരു ആരോപണമൊക്കെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പൊക്കെ ഉന്നയിച്ചിരുന്നു. അതിനൊക്കെ തിരുത്തിയിട്ട് വലിയൊരു റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് സയന്റിസ്റ്റുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ചന്ദ്രനിൽ പിളർപ്പ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന സംഭവങ്ങൾ. അതിന്റെ ഫുൾ ഡോക്യുമെന്ററി എന്റെ കയ്യിലുണ്ട്. ഇവിടെ വിഷയം അതല്ലാത്തതുകൊണ്ട് കൂടുതൽ സയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അബുദാബിയിലെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ യാഥാർത്ഥ്യമായിരുന്നു. സ്വഹാബികൾ പറയാ, ജബൽ അബി ഖുബൈസ്, മക്കയിലെ അബൂജഹലിന്റെ കൂടൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം, മൂത്രപ്പുരയാക്കി മാറിയ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ബാക്ക് സൈഡിലുള്ള മലയാണ് ജബൽ അബി ഖുബൈസ്. ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ ഒരു കഷ്ണവും ഇപ്പുറത്ത് മറ്റൊരു കഷ്ണവും നിൽക്കുന്ന പോലെ, ആകാശത്താണ് പക്ഷെ നോക്കുമ്പോ ആ 2 ഭാഗത്ത് നിൽക്കുന്ന പോലെ ഞങ്ങളത് കണ്ടിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ അത് കണ്ടു. അപ്പൊ അവര് പറഞ്ഞു, ഇതൊരു മായാജാലമാണ്, ഇതൊരിക്കലും നടക്കൂല, ഇതൊരു മാജിക്കാണ്. ഞങ്ങള് ഗ്രാമങ്ങളിൽ പോയി ചോദിക്കട്ടെ, അവിടുത്തെ ഗ്രാമീണർ ഇത് കണ്ടിട്ടുണ്ടോ എന്ന്. അവര് പറഞ്ഞു, ഞങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ അവര് പറഞ്ഞു, സിഹ്റുൻ മുസ്തമിർ, ഇത് വെറുതെ കണ്ണിനെ മറയിട്ട് ചെയ്യുന്ന ഒരു മാജിക്കാണ് എന്നവര് പറഞ്ഞു. അവർ വിശ്വസിച്ചില്ല. പുണ്യനബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു അറാബിയായ മനുഷ്യൻ തന്റെ കയ്യിൽ ഒരു മെരുവിനെയും പിടിച്ചിട്ടാ വന്നത്. ദുബ്, ആ ജീവനുള്ള ഒരു ജീവിയെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ലാ ഊമിനു ഹത്താ യശ്ഹദ ഹാദാ അന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഈ ഉടുമ്പ്, ഈ ഉടുമ്പാണ്, ദുബ് ഉടുമ്പല്ലേ, ഈ ഉടുമ്പ് ഇത് സാക്ഷി പറയണം. അത് മിണ്ടൂല എന്ന് അയാൾ വിചാരിച്ചത്. ആരോടായി പറയുന്നത്? അമ്പിയാക്കന്മാരെക്കാൾ എല്ലാവരെക്കാളും ഉന്നതയിൽ നിൽക്കുന്ന വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ, അമ്പിയാക്കന്മാരുടെ രാജകുമാരൻ എന്നോ അതിലേറെയോ പറയാൻ പറ്റുമെങ്കിൽ സയ്യിദുൽ നബിയീന വൽ മുർസലീൻ, അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആൻച ഖുബാ ഹമാദാറന്ദ തൂതൻ ഹാദാരി ഹുസ്ന യൂസുഫ് ദമേ ഈസാ യദേ ബൈസാദാരി ആൻച ഖുബാ ഹമാദാറന്ദ തൂതൻ ഹാദാരി. ഈസ നബി അലൈഹിസ്സലാം മരിച്ചവരെ നോക്കിയിട്ട് ഖും ബിഇദ്നില്ലാ എന്ന് പറയുകയും, എഴുന്നേൽക്കണേ, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ എഴുന്നേൽക്കണേ എന്ന് ജെറിക്കോയിലും ജെറൂസലേമിലും ബത്ലഹേമിലുമുള്ള ആളുകളോട് മഹാനായ നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം പറഞ്ഞപ്പോ അവിടത്തെ ഖബറുകളിൽ നിന്ന് പോലും മനുഷ്യന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്കും അറിയാം ഈ കഥ. പക്ഷേ നമ്മൾ പറയുന്ന ഒരു പ്രത്യേകത എന്താണ്? ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടെ അത് പറഞ്ഞ അവർ എഴുന്നേൽക്കും. ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൈകൾക്ക് കക്ഷത്തിൽ വെച്ചെടുത്താൽ കത്തിജ്വലിക്കുന്ന പ്രകാശം വരുന്ന ഒരു മുഅ്ജിസത്തുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലഡ് ലൈറ്റുകളെ പോലെയൊക്കെ ആയിരിക്കില്ല, അതിലേറൊക്കെ ആയിരിക്കും, സൂര്യപ്രകാശം പോലെ എന്നാ പറയാ. കക്ഷത്തിൽ വെച്ചെടുത്താൽ അത് ഭയങ്കര പ്രകാശമാണ്. കക്ഷത്തിലേക്ക് തിരിച്ചു വെച്ചാൽ അത് അണയും ചെയ്യും. പിന്നെ ആ നിലത്തിട്ടാൽ പാമ്പാകുമായിരുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി, ആ വടി ഇന്ന് തുർക്കി മ്യൂസിയത്തിലുണ്ട് കേട്ടോ. തുർക്കിയിലേക്ക് പോകുന്ന പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോവുക. അവിടെ ചെന്നാല് ഇസ്തംബൂളിൽ ഒരു വലിയ മ്യൂസിയം ഉണ്ട്, ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയം എന്നതിന്റെ പേര്. അതിന്റെ ഉള്ളില് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വാള്, മൂസ നബി അലൈഹിസ്സലാമിന്റെ ഈ വടി, യഹ്യാ നബി അലൈഹിസ്സലാം, സക്കരിയ നബിന്റെ മകൻ യഹ്യാ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ തലയറുത്ത് ആ മഹാനായ പ്രവാചകൻ ഷഹീദായിരുന്നു. അദ്ദേഹത്തിന്റെ തലയോട്ടിയുടെ അംശം അടക്കമുള്ള വലിയ ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളൊക്കെ, തങ്ങൾ ഉപയോഗിച്ച ചെരുപ്പും തങ്ങളുടെ വാളും, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രവും, ഇതൊക്കെ ഉസ്മാനി ഭരണകാലത്ത് അവർ സൂക്ഷിച്ചു വെച്ചതാണ്. അതുകൊണ്ട് ഏറ്റവും ആധികാരികതയുള്ള സംഭവമാണ്. തങ്ങളുടെ ഷഅർ മുബാറക് അടക്കമുള്ള ഒരുപാട് ആധാറുകൾ നിൽക്കുന്ന ഒരു മ്യൂസിയം ഉണ്ട് ഇസ്തംബൂളിന്റെ യൂറോപ്യൻ സൈഡിൽ. അവിടെയാണ് ടോപ്പ് കാപ്പി മ്യൂസിയം. അത് നമ്മുടെ ഈ അയാ സോഫിയ മോസ്കിന്റെ ഒക്കെ തൊട്ടടുത്തോടെ നടക്കാവുന്ന ദൂരേ ഉള്ളൂ. ബസ്സൊന്നും പോകില്ല, ഭയങ്കര തിരക്കുള്ള സ്ഥലം, നടക്കാനേ ഉള്ളൂ. ഇവിടെ നിന്ന് ആ മ്യൂസിയത്തിൽ അത് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്.
ഒരു തലഭാഗത്തൊരു വളവുള്ളതാണ്. നമ്മൾ ആലോചിച്ചു പോകും, റബ്ബേ ഈ വടി കൊണ്ടാണ് മൂസ നബി അലൈഹിസ്സലാം ആയിരക്കണക്കിന് മജീഷ്യന്മാരുടെ മുമ്പിൽ ആ വടിയിട്ടുകൊണ്ട് സർപ്പമായി ആ മാജിക്കുകളെ, ആ പാമ്പുകളെ മുഴുവനും മൂസ നബി അലൈഹിസ്സലാമിന്റെ വടി എടുത്തു തിന്നത്. ആ വടിയാണ് ഫറോവയുടെ മുമ്പിലിട്ടപ്പോ ഫറോവ സിംഹാസനം എഴുന്നേറ്റ് ഓടിയത്. ആ വടി ത്വാ താഴ്വരയിൽ, ഇന്നത്തെ ഫലസ്തീനിന്റെയും ഈജിപ്തിന്റെയും ഇടയിലുള്ള വിശാലമായ സീനാ മരുഭൂമിയിൽ നടുവിൽ സെയിന്റ് കാത്തറിൻ സിറ്റിയിൽ ത്വാ താഴ്വരയിൽ വെച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ നബിയോട് സംസാരിച്ചപ്പോ കൊടുത്ത അത്ഭുതകരമായ കഴിവ്. ഇതൊക്കെ ഭയങ്കരമായ മുഅ്ജിസത്തുകളാണ്. എന്ന് പറയുന്നത് ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ എവിടെയായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ സംശയം തോന്നും. മൂസ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് സംസാരിച്ചു എന്ന് പറയുന്ന ആ ഒരു മല ഇന്ന് പോയി കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ പോയി കണ്ടവരുണ്ട്. ഇവിടെയുള്ള സ്റ്റേജിൽ ഇരിക്കുന്ന ഉസ്താദ്മാർ പോയിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇരിക്കുന്ന ആളുകൾ പോയി കണ്ടവരുണ്ടായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ആ ഒരു സ്ഥലം കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓർക്കുക, റബ്ബേ മുഅ്ജിസത്തുകൾ ഇറങ്ങിയ സ്ഥലങ്ങളാണല്ലോ റബ്ബേ ഇത്. ഇതെല്ലാം ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മനോഹരമായ സൗന്ദര്യമുണ്ടായിരുന്ന ശരീരഭംഗി, ഇതെല്ലാം ഓരോരുത്തർക്കും അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളായിരുന്നുവെങ്കിൽ നബിയെ അള്ളാഹു ഇതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് നൽകിയിരിക്കുകയാണല്ലോ. ആ ഉടുമ്പ് അവിടെ സംസാരിക്കുകയാണ്. ഫയഖൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിദ്ദുബ്, ആ ഉടുമ്പിനോടാണ് നബി തങ്ങൾ ചോദിച്ചത്, അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ റസൂലാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? അപ്പോഴാണ് ആ ഉടുമ്പ് സംസാരിച്ചത്. വിശുദ്ധ ഹദീസിലുണ്ട്, അശ്ഹദു അന്നക റസൂലുള്ളാഹ്, അങ്ങ് റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സംസാരിച്ചിട്ടുണ്ട്. അന്ത്യനാളിനോടടുക്കുന്നതിന്റെ മുമ്പ് ഹിംസ്ര ജന്തുക്കളെല്ലാം മനുഷ്യരോട് സംസാരിക്കുന്ന അവസ്ഥകൾ വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നെടുക്കാട് കുളത്തിങ്ങൽ ജുമാ മസ്ജിദിന്റെ കുറച്ച് പണികൾ, നമ്മുടെ വുളു എടുക്കുന്ന ഭാഗവും അവിടുത്തെ ടോയ്ലറ്റിന്റെ കാര്യങ്ങളൊക്കെ അവിടുന്ന് കൊളാണല്ലോ, അവിടെ താഴ്ന്ന് പടുത്തുയർത്തി കൊണ്ടുവരണം. ഒരു 3000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു പദ്ധതിയാണത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകരെ 1000 രൂപയാണ് ഒരു സ്ക്വയർ ഫുറ്റിന്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്ലിപ്പ് തരുങ്ങൾ കഴിയുന്നവർ 1, 2, 3 പെട്ടെന്ന് നമുക്കത് പൂർത്തിയാക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ചാൽ, നമ്മളൊക്കെ ഒരുപാട് വിഷമങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇൻഷാ അല്ലാഹ് റബ്ബ് തആല അതിനൊക്കെ അല്ലാഹുവിന്റെ പരിഹാരവും റബ്ബ് തആല അതിനൊക്കെ അവന്റെ റഹ്മത്ത് നമുക്ക് ഇറക്കി തരും. ഉള്ളതെന്ന് കൊടുക്കാനാണ് പഠിച്ചവൻ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യാ, എല്ലാവരും ഒന്ന് കാര്യമായിട്ട് സഹായിക്കണേ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്ലിപ്പ് നൽകുമ്പോൾ അത് നിങ്ങളൊന്ന് നാളത്തേക്ക് വരുമ്പോൾ 1, 2 എത്രയാണ് നിങ്ങൾ കൊണ്ട് കഴിയുന്നത്, നമ്മുടെ ആ മസ്ജിദിന്റെ കാര്യം ഒന്ന് പൂർത്തിയാക്കിയെടുക്കണം. അത് വളരെ പെട്ടെന്ന് നമുക്ക് പൂർത്തിയാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനിയിപ്പോ മഴയൊക്കെ വരുന്നതിന് മുമ്പായിട്ട് പണി പൂർത്തിയാക്കണം. അപ്പോൾ വലിയൊരു സംഖ്യ നമുക്കതിന് ചെലവ് വരുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് 3000 സ്ക്വയർ ഫീറ്റ് ആണ്. ഓരോ സ്ക്വയർ ഫീറ്റിന് 1000 എന്നതാണ് കണക്ക്. പറ്റുന്ന ആളുകളൊക്കെ സഹായിക്കണം എന്ന് പ്രത്യേകം ഒന്നുകൂടെ ഉണർത്തുകയാണ് സംഘാടകർക്ക് വേണ്ടി. വേറെ പിരിവോ കാര്യങ്ങളോ ലേലം വിളിയോ ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാ, നിങ്ങൾ ഇതുമായി സഹകരിക്കണേ ഇൻഷാ അല്ലാഹ്. മുമ്പ് കാലത്തൊക്കെ നമ്മൾ കല്ലുമുറമേട്ടിക്കൊക്കെ ഉള്ള സമയത്തൊക്കെ എന്തായിരുന്നില്ലേ ലേലം വിളിയൊക്കെ അങ്ങനെ ഓർത്തു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അന്നൊന്നും മൈക്ക് ഇതുപോലത്തെ ഒച്ചൊന്നുമില്ല. മൈക്ക് ഒച്ച സൗണ്ട് കൂടുതലുണ്ടോ? അങ്ങനെ പ്രയാസമുണ്ടോ? ഭയങ്കര സൗണ്ടാ. മാഷാ അല്ലാഹ്, ഉഷാറായിട്ടുണ്ട്. എനിക്ക് ഉറക്കം പറഞ്ഞ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് നെഞ്ചു പൊട്ടുമെന്ന പേടി. അതുകൊണ്ട് മെല്ലെ ഇങ്ങനെ പറയണത്. അപ്പോ അന്നൊക്കെ ചെറിയ മൈക്കല്ലേ, അത് വെച്ച് കൂവിയിട്ട് ആ പാവൊക്കെ ഒരുപാട്, ഒരു കോഴിമുട്ട എത്ര നേരം 1/4 മണിക്കൂറൊക്കെ ലേലം വിളിക്കരുത്. അപ്പോ ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ എന്താ വേണ്ട വെച്ചാൽ കൊടുക്കുക, അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് സഹകരിക്കണേ. നമ്മുടെ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞിരുന്നു, ഇത് പരിപാടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പിരിവൊന്നും നടക്കൂല കേട്ടോ, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്, ഒന്നും വേണ്ട, നമ്മൾ ഒന്ന് പറഞ്ഞാൽ മതി, ബക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സമാധാനമായി. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളത് മാനം കെടുത്തരുതേ. പരിപാടി ഇനിയൊരു പരിപാടി പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ഭാരാവരുത്. നമുക്ക് ഈ പരിപാടിയുടെ ചെലവൊക്കെ കഴിയും വേണം. ഇതൊക്കെ വലിയ ചെലവ് വരുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ദാനധർമ്മങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് രോഗികൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽപക്കങ്ങളിലൂടെ ഇരിക്കുന്ന ആളുകളിലൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഷിഫാഇനെ ഇവിടെ നമ്മൾ ദുആയിരക്കുക. ഈ സദസ്സെന്ന് അല്ലാഹു അതിന് ഇജാബത്ത് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു നമ്മുടെ രോഗികൾക്കൊക്കെ അല്ലാഹു ഷിഫ നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, നമ്മുടെ അയൽവാസികൾ, കൂട്ടുകാർ, നാട്ടുകാർ, നമ്മുടെ നാട്ടുകാരായ വിദേശത്തിരിക്കുന്ന ആളുകൾ, പല സ്ഥലങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ജോലിക്ക് പോയവർ, എല്ലാവരെയും അല്ലാഹു അവന്റെ സംരക്ഷണത്തിലാക്കട്ടെ. ആരോഗ്യം, ആഫിയത്ത്, സലാമത്തും അല്ലാഹു നിലനിർത്തി തരട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യ നിബിതങ്ങളോട് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഈ ഉടുമ്പ് സംസാരിക്കണമെന്ന് പറഞ്ഞിടത്ത് ഉടുമ്പ് പറഞ്ഞിട്ടുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അപ്പോഴും ഹാദാ സിഹ്റുൻ, ഇത് മാരണമാണ്, ഇത് മാന്ത്രികമാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയ ആളുകൾ ഇപ്പുറത്ത്. എന്നാൽ ഹബീബായ നബി തങ്ങളെ കാണുമ്പോൾ തന്നെ മാ ഹാദാ വജ്ഹു കദ്ദാബ്, ഇത് നുണ പറയുന്ന ഒരാളിന്റെ മുഖമല്ല എന്ന് നബി തങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റൊരു മുഅ്ജിസത്ത് കാണേണ്ട ആവശ്യം വന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു സല്ലാം റളിയല്ലാഹു അൻഹു ജൂത പണ്ഡിതനായിരുന്നു. മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുന്ന ദിവസം, മദീനയാകമാനം പ്രഭാപൂരിതമായ ദിവസമാണത്. മക്കയിലെ ആളുകൾ നബിതങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും അടിച്ചോടിക്കുകയും ചെയ്തപ്പോ നബിതങ്ങൾക്ക് അഭയം കൊടുത്ത നാടാണ് മദീന. മദീന, ഹബീബിന്റെ മദീന, ത്വയ്ബ എന്ന് നബിതങ്ങൾ വിളിക്കുമായിരുന്ന മദീന. യസ്രിബ് എന്നാണ് പഴയ പേര്, ആ പേര് നബിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ പറഞ്ഞു, ഇനി യസ്രിബ് എന്ന് മദീനയെ വിളിക്കരുത്, ഇത് മദീനയാണ്, ഇത് ത്വയ്ബയാണ്, ഇത് ത്വാബയാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾക്ക് യസ്രിബ് എന്ന പേര് ഇഷ്ടമായിരുന്നില്ല. മദീനയിലേക്ക് അവിടെ നിന്ന് കയറി വരുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സല്ലാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനന്ന് ജൂതനാണ്, ആരാണാവോ എന്റെ പ്രവാചകൻ എന്ന് കാണാൻ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രവാചകർ വന്നു, ആളുകൾ പാട്ടുപാടി നബിയെ സ്വീകരിച്ച് ആനയിക്കുകയാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. ഒരു ഭാഗത്ത് ആളുകൾ നബി ആട്ടി ഓടിച്ചു, ഇവിടെ ഒരു കൂട്ടം ആളുകൾ നബി തങ്ങളെ കൈകൊടുത്ത് സ്വീകരിച്ചു. നോക്കണേ, രണ്ട് രീതികളിലാണ് ജനങ്ങളുടെ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പുണ്യനിബിതങ്ങൾ ഇങ്ങനെ ഒട്ടകപ്പുറന്ന് താഴെ ഇറങ്ങുകയാണ്. ഖസ്വായുടെ മുകളിൽ നിൽക്കുന്ന നിബിതങ്ങൾ, ആളുകൾ ഓരോരുത്തരും ഇൻസിൽ ഇൻദന ബിച്ച ഇൻദന, നബിയെ എന്റെ അടുത്ത് താമസിക്കണേ, എന്റെ വീട്ടിൽ വരണേ, എന്റെ വീട്ടിലൊന്ന് കയറണേ, അവിടെ പാർക്കണേ, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണേ, ഓരോരുത്തരും എന്ന് പറയുമ്പോ ഹംസ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നബി ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയാൽ എവിടെയാണ് നബിക്ക് താമസിക്കാൻ പറ്റുക? അതുകൊണ്ട് എല്ലാവരും സമാധാനിച്ചിരിക്കണേ. ഇതാ അവിടുത്തെ ഒട്ടകത്തെ കയറൂരി വിടുകയാണ്, അതിന്റെ കയറ് വിടുകയാണ്, അത് ഒറ്റക്ക് നടക്കാൻ പോകുന്നു. തങ്ങൾ താഴെ ഇറങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എവിടെയാണോ ആ ഒട്ടകം പോയി മുട്ടുകുത്തുന്നത്, അവിടെ നബി തങ്ങൾ ഇറങ്ങി താമസിക്കും. ആ വീട് ആരുടേതാണെങ്കിലും നടന്നുപോയി ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുമ്പിൽ. അബൂ അയ്യൂബുൽ അൻസാരി ഇപ്പൊ കിടക്കുന്നത് തുർക്കിയിലാണോ? അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ മഖാമുള്ളത് ഇസ്തംബൂളിലാണ്, തുർക്കിയിലാണ്. ആ മഖാമിന്റെ കുറച്ച് മേലോട്ട് പോയാലാണ് അവിടെ മഹാനായ അത്തിബറ്റ് ഉസ്താദിന്റെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ അൽ ഹലബി തങ്ങളുടെ മഖാമും. അവിടെ ഒരു ടെലിഫറിക് ഉണ്ട്, ഒരു എന്താ പറയാ, റോപ്പ് വേ. അതിലൂടെ കയറിയാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ മേലോട്ട് 2-3 സ്റ്റെപ്പുകൾ എടുത്ത് കയറി ചെന്നാൽ അവിടെയുണ്ട് മഹാന്റെ ഒരു അന്ത്യവിശ്രമ സ്ഥാനം. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇസ്തംബൂളിന്റെ ഈ മഖാം നിൽക്കുന്ന ഈ ഭാഗം. തൊട്ടടുത്ത് കിടന്ന് ബോസ്ഫറസ് കടലെടുക്ക് കാണാം, അപ്പുറത്ത് ഏഷ്യ കാണാം, ഇപ്പുറത്ത് യൂറോപ്പ്. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഇസ്ലാമിന്റെ ഒരുപാട് അടയാളപ്പെടുത്തലുകൾ ഒരു വളരെ മനോഹരമായ ഒരു നാടാണ് തുർക്കി, അല്ലെങ്കിൽ ഇസ്തംബൂൾ നഗരമൊക്കെ. അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളെ അത്രമേൽ സ്നേഹത്തിലാണ് തുർക്കിക്കാർ കാണുക. അയ്യൂബ് സുൽത്താൻ എന്നാണ്, അയ്യൂബിന് പി ആണ് അവർ ഉപയോഗിക്കുക. അയ്യൂബ് സുൽത്താൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുനിസിപ്പാലിറ്റിന്റെ പേരതാ, അയ്യൂബ് സുൽത്താൻ. പോലീസിന്റെ അയ്യൂബ് സുൽത്താൻ പോലീസ് എഴുതുക, എല്ലാം അയ്യൂബ് സുൽത്താൻ. ഏരിയക്ക് അങ്ങനെ പറയാം. അയ്യൂബുൽ അൻസാരി തങ്ങൾ, ആ മഹാൻ 90 വയസ്സുള്ളപ്പോ റോമക്കാരുമായുള്ള ഒരു യുദ്ധത്തിൽ സംബന്ധിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് പോയതാണ്. പക്ഷേ അവിടെ എത്തുമ്പോഴേക്ക് രോഗബാധിതനായി അവിടെ വഫാത്തായി അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വീട്ടിലെ പുണ്യനബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അവിടെ അന്തിയുറങ്ങുന്നത്, അന്ത്യവിശ്രമല്ല, തങ്ങൾ അന്തിയുറങ്ങുന്നത്, തങ്ങൾ അവിടെ താമസിക്കുന്നത്. ആ താമസം കഴിഞ്ഞ് പിന്നെ നബി തങ്ങൾ അന്നത്തെ ദിവസം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണമേ. അത്ഇമുത് ത്വആം, നിങ്ങൾ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണേ. സിലുൽ അർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മുറിഞ്ഞുപോയത് നിങ്ങൾ വിളക്കി ചേർക്കണമേ. സല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണമേ. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗ്ഗത്തിലേക്ക് കടക്കാം. അബ്ദുല്ലാഹി ഇബ്നു സല്ലാം റളിയല്ലാഹു അൻഹു പറയാ, ഞാനന്ന് മുസ്ലിമല്ല,
ഞാൻ നബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഈ പുണ്യപ്രവാചകൻ എന്താണാവോ ആദ്യമായി ഉരുവിടാൻ പോകുന്നത്? അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മുസ്ലിമീങ്ങളെ എന്നല്ല വിളിച്ചത്. അവിടെ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മതമില്ലാത്തവരുണ്ട്, പെയ്ഗൻസ് ഉണ്ട്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങൾ വിളിച്ചു അയ്യുഹന്നാസ്. ആ മുഖം കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചു, മാ ഹാദാ വജ്ഹു കദ്ദാബ്, ഇത് നുണ പറയുന്ന ആളല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു ഏകനാണ്, അവനാണ് പടച്ചവനെന്നും അവനാണ് ആരാധനക്ക് അർഹനായവനെന്നും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റസൂലാണെന്നും ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. മഹാനവറുകൾക്ക് മറ്റൊരു തെളിവ് വേണ്ടി വന്നിട്ടില്ല, ഒരത്ഭുതം കാണേണ്ടി വന്നിട്ടില്ല. അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഈമാൻ വർദ്ധിക്കുന്നവരാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ കണ്ണുകൾ നനയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്നും മുഅ്മിനീങ്ങളെന്നും പരിശുദ്ധ ഖുർആൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഏതൊരു ദൗത്യത്തിന് വേണ്ടിയാണോ പുണ്യനബി തങ്ങൾ നിയോഗിതരായത്, ഏതൊരാശയമാണോ സന്ദേശമാണോ അള്ളാഹുവിന്റെ വചനങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്, അത് ഉൾക്കൊള്ളാനും അറിയാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരുപാട് കടന്നു പോകുന്ന ഒരു ലോകമല്ലേ നമ്മുടെ ലോകം. പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നിരാശരായി മനം മടുത്ത് അള്ളാഹുവിനെ ചീത്ത പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ അതെല്ലാം വരുമ്പോൾ ആ പരീക്ഷണങ്ങളിലൂടെ 1000 നന്മകൾ വാരിക്കോരി കൂട്ടുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. ഇത് നമ്മൾ എടുക്കുന്ന നിലപാടിനനുസരിച്ചാണ്, നമ്മുടെ വീക്ഷണത്തിനനുസരിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുമായിരുന്നു, നിങ്ങൾ അനുഭവിക്കുന്ന ഏതെല്ലാം പ്രയാസമുണ്ടോ ആ പ്രയാസങ്ങൾക്ക് പകരമെല്ലാം അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നുണ്ട്. ഹത്താ യംശിയ അഹദുകും ഫിന്നാസ് വമാ അലൈഹി ഖത്വീഅ. ചില ആളുകൾ നിങ്ങൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ അവരുടെ ദേഹത്ത് ഒരു തെറ്റുപോലും ബാക്കിയുണ്ടാവില്ല, എല്ലാം അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടായിരിക്കും. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ക്ഷമിക്കുന്ന ആളുകളാണ്. ആ ക്ഷമ അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ആ ക്ഷമ കാരണം അവരുടെ എല്ലാ തെറ്റുകളും അള്ളാഹു കഴുകിക്കളഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തിനാ വിഷമം? നേരെ മറിച്ച് ചില ആളുകൾ അതിൽ ദേഷ്യപ്പെടും. എന്തേ പടച്ചോ എനിക്ക് ഈ രോഗം തന്നത്, എന്തേ പടച്ചോ എന്നെ ഇങ്ങനെ ആക്കിയത്, എന്തേ പടച്ചോ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ദേഷ്യം കിട്ടും, നിങ്ങൾ തൃപ്തിപ്പെട്ടാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണപ്പെട്ടവരാരെങ്കിലും നമ്മൾ കരഞ്ഞു പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടോ? നമ്മൾ ഇഷ്ടപ്പെട്ടവർ മരിച്ചുപോലെ പിന്നെ നമ്മൾ മരിച്ചു പോകും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ നമ്മൾ മുഅസ്സ, നമ്മെ വന്ന ആളുകൾ ആശ്വസിപ്പിക്കും, സാരല്ല കേട്ടോ. നമ്മൾ മരിക്കും, അപ്പൊ നമ്മുടെ വേണ്ടപ്പെട്ടവരെ ആൾക്കാർ വന്ന് സമാധാനിപ്പിക്കും, സാരല്ല കേട്ടോ. ലോകത്രേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും വലിയ സംഭവമാണ് ലോകം, ജീവിതം എന്നൊക്കെ. നമ്മൾ ജീവിച്ചിങ്ങോട്ട് എത്തുമ്പോ ഇത്രയൊക്കെ ഉള്ളൂ, ഇതിനിപ്പോ ഇങ്ങനെ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് കൊണ്ടു നടന്നെന്ന് തോന്നുന്നില്ല. ഈ കുട്ടികളൊക്കെ ചാടി പോകുന്നില്ലേ, ഈ പ്രേമൊക്കെ ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോഴേ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. അത് 6 മാസം കഴിഞ്ഞ് ആവശ്യം തീർന്ന് തിരിച്ചു വരും, അല്ലെങ്കിൽ സ്റ്റാമ്പില്ലാത്ത കത്തുമായി തിരിച്ചയക്കും അങ്ങോട്ട് വീട്ടുകാര്, അല്ലേ? അത്രേ ഉണ്ടാവുക. വലിയ ആവേശത്തിൽ പോകും. പിന്നെ ആലോചിക്കുക, എന്തിനാ ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? അപ്പൊ ജാതി വേണ്ട, മതം വേണ്ട, സ്നേഹമാ വലുതെന്നൊക്കെ പറഞ്ഞ് വലിയ കവിത ഒക്കെ ഉണ്ടാവും അവരുടെ കയ്യില്. സ്നേഹത്തിന് കണ്ണും മൂക്കും മതവും ജാതിയൊന്നും ഇല്ല, ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് പോകും, ഡോള് പൊട്ടുതോടും, അങ്ങനെ തരും, ഇങ്ങനെ എന്തോ ആവട്ടെ എന്ന് മാതാപിതാക്കളും നാട്ടുകാരും കരഞ്ഞ് കണ്ണുനീര് വാർത്താലും മനസ്സലിവ് വരാതെ പോകുന്ന ഇവരൊക്കെ പിന്നെ മടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം. പിന്നെ കഥ അറിയുന്നില്ല എന്തായത്, പിന്നെ കഥ തീർന്നു. അതന്നെ, ആ ചാടിപ്പോകുന്ന മാത്രമേ കഥയുള്ളൂ, പിന്നെ കഥ തീർന്നിരിക്കാൻ. ജീവിതം എത്രയേ ഉള്ളൂ. എത്ര പെട്ടെന്നാണ് നമ്മൾ കല്യാണം കഴിക്കുന്നു, മക്കളാകുന്നു, പിന്നെ വല്യാപ്പയാകുന്നു, പിന്നെ മരിച്ചു പോകുന്നു, തീർന്നു, ലോകം തീർന്നു. 60, 70, 80 വയസ്സാകുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ എത്ര ദൂരമുള്ള യാത്രയാണെന്ന്. നമുക്ക് എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോലെ, ഇന്നലെ കഴിഞ്ഞതുപോലെയല്ലേ കൊല്ലങ്ങൾ നമുക്ക് തോന്നുന്നത്. യാ അല്ലാഹ്, ഏത് പ്രയാസവും ഇതിന്റെ ഇടയിലൂടെ അങ്ങനെ കടന്നു പോകും. അള്ളാഹുവിന്റെ വിധിക്ക് മുമ്പിൽ നമ്മൾ നിന്നു കൊടുക്കുക മാത്രമാണ്. അങ്ങനെയാണ്. മരിച്ചവരാരും തിരിച്ചു വന്നില്ല. അന്ന് ഒരു ചെറുപ്പക്കാരി പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു പോകുന്നു. നമ്മുടെ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ സംഭവം ഉദ്ധരിച്ചു.
ആ പെണ്ണ് സങ്കടം, ഭയങ്കര സ്നേഹമായിരുന്നു ഭർത്താവിനോട്. സങ്കടപ്പെട്ടുകൊണ്ട് അവൾ നന്ദി ഒരു നേർച്ച ചെയ്തു, നെദർ ചെയ്തു. എന്താ നേർച്ച എന്നറിയോ? എന്റെ ഭർത്താവിന്റെ ഖബറിന്റെ അരികത്ത് ഞാനൊരു ടെന്റ് കെട്ടിയിട്ട് ഞാനും എന്റെ മക്കളും ഒരു കൊല്ലം അയാളുടെ ഖബറിന്റെ അടുത്ത് വന്ന് ഇരുന്ന് കരയും. അവൾക്ക് എന്തോ തോന്നി, അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊരു നല്ല കാര്യമല്ല അവിടെ ഇരുന്ന് കരയാന്ന് പറഞ്ഞാൽ. പക്ഷെ അവള് തീരുമാനിച്ച് അവിടെ ഇരുന്ന് ഖുർആൻ ഓതേ അല്ലെങ്കിൽ ആൾക്ക് വേണ്ടി നല്ലതും നല്ല അമലുക സ്വാലിഹാത്ത് ചെയ്യൊന്നുമല്ല, അവിടെ വന്ന് കരയും. കാരണം അവൾക്ക് സങ്കടമാണ്, ഭർത്താവ് മരിച്ചുപോയ സങ്കടമാണ്, വലിയ പ്രയാസമായി. ഒരു വർഷം അവളും കുട്ടികളും അവിടെ ഇരുന്ന് കരഞ്ഞ് 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 ഒരു വർഷം പൂർത്തിയായപ്പോൾ ടെന്റ് എടുത്തിട്ട് തിരിച്ചു പോകാൻ. അപ്പൊ ടെന്റൊക്കെ മടക്കി, ഒരു കൊല്ലം ആയല്ലോ, നേർച്ച ചെയ്ത് ഒരു കൊല്ലമാണ്. ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. പള്ളിക്കാട്ടിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോ, ജുബ്ബാന എന്നാണ് പള്ളിക്കാട്ടിനൊക്കെ പറയാ, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോരുമ്പോ ആരോ ഒരാൾ വിളിച്ചു പറയുന്ന പോലെ, അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അവർക്ക് കിട്ടിയോ? ഈ ഒരു കൊല്ലം കരഞ്ഞിട്ട് ഭർത്താവ് കബറിന്ന് എഴുന്നേറ്റ് പോന്നോ? ഇല്ല. ആരോ വിളിച്ചു ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ജിന്നുകളോ മലക്കുകളോ ആയിരിക്കും. അവൾക്ക് നഷ്ടമായ ഭർത്താവിനെ അവൾക്ക് തിരിച്ചു കിട്ടിയോ ഒരു കൊല്ലം കരഞ്ഞിട്ട്? അപ്പൊ മറുപടി വന്നു അവിടുന്ന് തന്നെ, മാ വജദൂ മാ ഫഖദൂ ബൽ യഇസൂ ഫൻഖലബൂ. ഇല്ല, കിട്ടിയിട്ടില്ല, നിരാശയായിട്ട് തിരിച്ചു പോവുകയാണ്. കരഞ്ഞതുകൊണ്ട് തിരിച്ചു വരുമോ? ഇല്ല. മരണപ്പെട്ടു പോകുന്നത് മരണം അല്ലാഹു നിശ്ചയിച്ച ഒരു തീരുമാനമാണ്. നമുക്കതിന് നിന്നുകൊടുത്തേ പറ്റൂ. We have no other choice. പിന്നെ എന്ത് ചെയ്യും? അമ്പിയാക്കന്മാർക്ക് മാത്രം ചോയ്സ്, ഇവിടെ നിൽക്കണോ അല്ല കുറച്ചേരം കൂടെ ജീവിക്കണോ. അല്ലാത്തവരോട് നീ ചോദ്യമില്ല, പോരുന്നാ പറയാ. ഞാൻ പാസ്പോർട്ട് എടുക്കട്ടെ എന്ന് പറയാൻ നേരം ഉണ്ടാവില്ല, പോരുന്നാ പറയാ. ഒന്നും സമയം ഉണ്ടാവില്ല. അപ്പൊ ഇന്നലല്ലേ കൂടിയിരുന്നത്, നാളെയല്ലേ കുട്ടിന്റെ കല്യാണം, സമയായി. ഇങ്ങനെ ഒരു ലോകത്തേക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിന്റെ ഇടയിലാണ് നമ്മുടെ ഈ ദേഷ്യപ്പെടലും ഈ പിണങ്ങലും ഈ ശകാരവും ഈ തെറ്റലും ഈ ഇതെല്ലാം നടക്കുന്നത്. ഇതിന്റെ ഇടയിൽ, ഈ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് മനുഷ്യ ജീവിതം. ബാങ്ക് ഇഖാമത്തിന്റെ ഇടയിൽ, നിസ്കാരത്തിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം ഉണ്ടല്ലോ, എത്ര സമയം, ഏതാനും സെക്കൻഡ് ഉണ്ടല്ലോ. അപ്പോഴേക്കും ഇമാം അല്ലാഹു അക്ബർ കേട്ടൂലേ? ജനിച്ച ഉടനെ ബാങ്കും ഇഖാമത്തും ചെവിയിൽ കൊടുത്തിരിക്കുക, മരിച്ച ഉടനെ നിസ്കാരമാണ്. പിന്നെ ബാങ്കും ഇഖാമത്തൊന്നും ഇല്ല മൈ നിസ്കാരത്തിന്, ഉണ്ടോ? മൈതസ്കാരത്തിന് വാങ്ങു ഇക്കാമത്തൊന്നുമില്ലല്ലോ, അത് ജനിച്ചപ്പോ കൊടുത്തു എന്നാ പറയാ. ജനിച്ചപ്പോ കൊടുത്തിട്ടുണ്ട് ചെവിയിൽ വാങ്ങു ഇക്കാമത്തും, നിസ്കാരമുള്ളൂ. അപ്പൊ ഈ നിസ്കാരത്തിന്റെയും ഇഖാമത്തിന്റെ ഇടയിലുള്ള സമയമാണ് മനുഷ്യ ജീവിതം എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. ഇത്രയേ ഉള്ളൂ. യഥാർത്ഥ ജീവിതം ആഖിറമാണ്, പരലോകമാണ്. അവിടെ മരണമില്ല. 33 വയസ്സുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും സുന്ദരി സുന്ദരന്മാർ, സ്വർഗം അങ്ങനെയാണ്. വല്യാപ്പാന്റെ വാപ്പിയൊക്കെ 33 വയസ്സാകാരം, മകനും പേരക്കുട്ടിയൊക്കെ 33 വയസ്സ്. എന്തായിരിക്കും അല്ലേ? പിന്നെ ഓരോ ആഴ്ച കഴിയും തോറും സൗന്ദര്യം കൂടി വരുന്ന പുരുഷന്മാർക്ക് അവിടെ സൂഖുൽ ജുമുഅ എന്ന് പറയുന്ന ഒരു ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിലേക്ക് അവർ ചെന്നാൽ അവിടെ കസ്തൂരിയുടെ സുഗന്ധത്തിന്റെ പൊടികളുണ്ട്. ആ കസ്തൂരിയുടെ ഒരു കാറ്റടിക്കും അവരുടെ മുഖത്തേക്ക്. വീട്ടിലേക്ക് വന്നാൽ പെണ്ണുങ്ങൾ ചോദിക്കും, നിങ്ങളിപ്പോ ചൊർക്ക് കൂടിയല്ലോ എന്ന് പറയും. അപ്പൊ ആൾ പറയും, നീ ഭയങ്കര സുന്ദരിയായല്ലോ ഞാൻ പോയി വന്നപ്പോഴേക്കും. ഓരോ ആഴ്ചയും സൗന്ദര്യം വർദ്ധിക്കുന്ന ലോകമാണ് സ്വർഗം. ഇവിടെ ഓരോ ആഴ്ചയും ഇങ്ങനെ കുറഞ്ഞു വരിക ചെയ്യാ, അവിടെ കൂടി വരും. ഉറക്കില്ല. ഉറക്കം മരണത്തിന്റെ ഒരു സഹോദരനാണ്. സ്വർഗത്തിൽ മരണമില്ലല്ലോ, അപ്പൊ സ്വർഗത്തിൽ ഉറക്കമില്ല. ഉറങ്ങാൻ തോന്നൂല, പിന്നെ എന്തിനാ ഉറങ്ങേണ്ട ആവശ്യം? ക്ഷീണം ഉണ്ടാവില്ല. അള്ളാഹുവിനെ ഇങ്ങനെ ഇടക്ക് കാണാൻ കഴിയുക എന്ന വലിയൊരു സന്തോഷമാണ് അവിടുത്തെ ഏറ്റവും വലിയ ആനന്ദം. ഭയങ്കരമായ സന്തോഷം അള്ളാഹുവിനെ കാണലാണ്. ഒരു ദിവസം ഒരു തവണ റബ്ബിനെ കാണാൻ ഭാഗ്യമുള്ള മഹാന്മാരുണ്ട് അവിടെ. ചില ആളുകൾ ആഴ്ചയിൽ ഒരിക്കലേ കാണും, ചിലർ മാസത്തിലൊരിക്കലേ കാണും, ചിലർ കൊല്ലത്തിലൊരിക്കലേ കാണും, ചിലർ ഡെയിലി ഒരു ദിവസം 2 തവണ അള്ളാഹുവിനെ കാണാൻ ഭാഗ്യമുള്ള ആളുകളുണ്ടാവും. ഈ സൗഭാഗ്യത്തിന് വേണ്ടി ഒരുങ്ങാൻ വിട്ട ലോകമാണ്. നമ്മൾ വെച്ച് തന്നെയാണ് സ്ഥലം. ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു കുട്ടി, ഒരു ഉദാഹരണം പറയണേ, സ്വർഗം എങ്ങനെയൊക്കെയാന്നൊക്കെ പറയുമ്പോൾ അല്ലേ? അല്ല, അതങ്ങനെയാണ്. അൽ ജന്നത്തു ഹഖ്ഖുൻ. നിങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്, ചുരുണ്ട് കൈയൊക്കെ ചുരിച്ചു പിടിച്ച് കിടക്കുകയാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. കണ്ണു തുറക്കാൻ പറ്റൂലല്ലോ. ആരെങ്കിലും കണ്ണു തുറന്നീനോ ഗർഭാശയത്തിൽ നിന്ന്? ഇല്ല, തുറന്നിട്ടില്ല. അപ്പൊ ഒരാൾ വന്നിട്ട് ആ കുട്ടിയോട് പറയുന്ന പോലെ സങ്കല്പിക്കുക, കുട്ടി
പിന്നെ നിനക്ക് കണ്ണൊക്കെ തുറന്ന് കാണാൻ പറ്റുന്ന ഒരു ലോകം വരാൻ കേട്ടോ. അവിടെ നിനക്ക് നിറങ്ങൾ, ചുവപ്പും പച്ചയും കാപ്പിയും നീലും വയലറ്റും ഒക്കെ കാണാൻ പറ്റൂട്ടോ. അവിടെ നിറങ്ങൾ ഉണ്ടാവും. അവിടെ നിനക്ക് ആകാശത്തേക്ക് നോക്കിയാൽ മനോഹരമായ നക്ഷത്ര താര സമൂഹങ്ങളെ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാസ്വദിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചെവിയിലെ നല്ല രസമുള്ള ഒരുപാട് വാക്കുകൾ ഒരുപാട് കേൾക്കാനുണ്ട് കേട്ടോ. അവിടെ നിന്റെ കൈയൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് നിനക്ക് ജിമ്മ് ചെയ്യാൻ പറ്റും, നിനക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും, പിന്നെ ഫുട്ബോൾ കളിക്കാൻ പറ്റും. അവിടെ ക്രിക്കറ്റ് ഉണ്ടാവും. അവിടെ നിനക്ക് ഓടിച്ചാടി നടക്കുന്ന വാഹനം ഓടിക്കും. പിന്നെ ആകാശത്തുകൂടെ നിനക്ക് ഫ്ലൈ ചെയ്ത് പോകാൻ പറ്റും, ഫ്ലൈറ്റിലൂടെ ഒക്കെ. ഇതാ കുട്ടിനോട് പറഞ്ഞ കുട്ടി എന്താ പറയാ, ഉണ്ടാ പോകുന്നുണ്ടാ, ഞാൻ ഇവിടെ ഉണ്ടാണ്ട് ഇവിടെ ഇരിക്കണിക്ക് ഒരു കുഴപ്പമില്ല. ഭൂമിയിലേക്ക് വന്നപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നോ? ഇതൊന്നും ഞാൻ വിചാരിച്ചില്ലല്ലോ. ഇതുപോലെയാണ് പരലോകം എന്നാണ് മഹാന്മാർ പറയാ. ഇവിടെ നിന്നിരിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാവോ? എങ്ങനെ? ഉമ്മയുടെ ഗർഭാശയം എന്ന ഒരു ലോകത്തിരിക്കുമ്പോൾ നമുക്ക് ഇതൊരു സ്വർഗലോകമാണ്. ഇനി ആരെങ്കിലും തിരിച്ചു ദുനിയാവിലേക്ക് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് പോകുമോ? ഇല്ല. ആഖിറത്തിലേക്ക് പോയാൽ ഒരാളും പിന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കൂല. അവിടെ ചെന്ന് ആഗ്രഹിച്ചതൊക്കെ കിട്ടും പറയുമ്പോൾ വെറുതെ ചോദിക്കാം, എന്നാ പഠിച്ചോനെ നമ്മളെ നടുവക്കാട്ടിലെ ഫ്രണ്ട്സ് ഗ്രൗണ്ടിലേക്ക് പന്തളിക്കാൻ വിടുവോ പഠിച്ചോനെ എന്ന് ചോദിക്കുമോ? ചോദിക്കൂല. എന്തേ കാരണം എന്നറിയോ? ഈ ഭൂമിയിലേക്ക് വന്ന ഒരാൾ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത പോലെ സ്വർഗലോകത്തെത്തിയാൽ ഇതൊന്നും ഒന്നുമല്ല എന്നാണ്. മാല ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു ഡിസൈനറുടെയും ഒരു എഞ്ചിനീയറുടെയും മനസ്സിൽ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഡിസൈനാണ് സ്വർഗത്തിൻ്റെത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ലോകത്തേക്ക് എത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആ സ്വർഗലോകത്തെത്തുമ്പോൾ നമ്മുടെ ഈ പരീക്ഷണങ്ങളൊക്കെ, ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു പ്രതിഫലമായി നൽകി സ്വർഗത്തിലെ സ്ഥാനങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി തരുമ്പോ മനുഷ്യൻ ആഗ്രഹിച്ചു പോകുമത്രേ, യാ അല്ലാഹ്, എന്തിനെ പടച്ചവനെ എനിക്ക് ദുനിയാവിൽ കുറച്ച് സുഖം തന്നത്, അതുപോലും പരീക്ഷണമാക്കി മാറ്റിക്കൂടായിരുന്നോ എന്ന്. പുണ്യനബി തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന കൊച്ചുമോന് 2 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ട മകനാണ്. 2 വയസ്സായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് അടിമപ്പെണ്ണായി നൽകപ്പെട്ട മാരിയ റളിയല്ലാഹു അൻഹയുടെ മോനാണത്. പുണ്യ നബി തങ്ങളുടെ മകൻ 2 വയസ്സുള്ളപ്പോൾ ലോകത്തോട് വിട പറയുന്നു. ഫദമഅത് ഐനാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ മാ ഹാദാ, എന്താണ് നബിയെ ഈ കാണുന്നത്? അങ്ങ് കരയുകയോ? പൊന്നുമോൻ മരിക്കുമ്പോ കരയൂലേ? കൊച്ചുമക്കൾക്ക് അസുഖം വന്നാൽ നമ്മൾ കരയൂലേ? അൽ ഖൽബു യഹ്സൻ വൽ ഐനു തജ്മഅ, സഅദേ കണ്ണിന് കണ്ണുനീര് വരും, ഹൃദയത്തിന് തേങ്ങൽ വരും. വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുനാ, നമ്മുടെ രക്ഷിതാവായ അല്ലാഹു ഇഷ്ടപ്പെടുന്നതേ നമ്മൾ പറയുകയുള്ളൂ. നമ്മൾ നിലവിളിച്ച് കരഞ്ഞ് അല്ലാഹുവിനെ ചീത്ത പറയില്ല. വ ഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ, മോനെ ഇബ്രാഹീമേ, നിന്റെ മരണത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ടടാ മോനെ ഇബ്രാഹീമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ കണ്ണുനീര് വാർത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് പറയൂല. എന്തേ എനിക്കിങ്ങനെ? അങ്ങനെ പറയാൻ പാടില്ലെന്നാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം, അവിടുത്തെ പ്രിയപ്പെട്ട മകൻ യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് നഷ്ടമായപ്പോ യാക്കൂബ് നബിയുടെ നാട് ജോർഡാനിന്റെ, സൗദിയുടെയും ജോർഡാനിന്റെയും ബോർഡർ വരുന്ന പ്രദേശമാണ് മിദിയൻ. യൂസുഫ് അലൈഹിസ്സലാം അവിടെ നിന്ന് ഫലസ്തീനും കടന്ന് സീനാ മരുഭൂമിയും കടന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡമായ ഈജിപ്തിലാണ് നിൽക്കുന്നത്. 40 കൊല്ലമാണ് സ്വന്തം മകൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് പോലും അറിയാതെ നബിയായ പ്രവാചകനായ യാക്കൂബ് അലൈഹിസ്സലാം പ്രയാസപ്പെട്ടത്. ഒരാളെ കാണാനില്ല, മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന. മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് വിചാരിച്ചാൽ മതി എന്ന് വിചാരിക്കുക. ആളറിയണില്ല കുട്ടി എവിടെ പോയി, ആരോ തട്ടിക്കൊണ്ടുപോയി, പടച്ചോനെ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ, ഭയങ്കര വേദനയല്ലേ. അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് ചോദിച്ചു, അലാ തഷ്കൂ, യാക്കൂബ് നബിയെ നിങ്ങൾ അള്ളാഹുവിനോട് എന്താണ് പരാതി പറയാത്തത്? നിങ്ങൾ എന്താണ് വേവലാതി പറയാത്തത്? അള്ളാഹുവിനോട് വേവലാതി പറഞ്ഞിട്ടോ, വിഷമം വേവലാതി അള്ളാഹുവിനോട് പറയാം, ജനങ്ങളോട് പറയരുത്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ വേവലാതി ജനങ്ങളോട് പറയാത്തത് എന്ന് ചോദിച്ചപ്പോ ഖാല ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്, എന്റെ സങ്കടവും എന്റെ ദുഃഖവും ഞാൻ അള്ളാഹുവിനെ ബോധിപ്പിക്കുകയാണ്. വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ,
നിങ്ങൾ അറിയാത്തത് എനിക്ക് അല്ലാഹു അറിയിച്ചു നൽകുന്നുണ്ട്, ഞാൻ ക്ഷമിക്കുകയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു എന്ന അസ്മാ ബീവിയുടെ മകൻ, അസ്മാ ബീവി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ്. അസ്മാ ബീവിയുടെ മകൻ ഉർവത്ത് ബിൻ സുബൈർ താബിഈയാണ് റളിയല്ലാഹു അൻഹു. കാല് മുറിക്കപ്പെട്ട ഒരു നേരം, അന്ന് ബഹുമാനപ്പെട്ടവർക്ക് കാലിന് ക്യാൻസർ വന്നു. അറബിയിൽ അതിനെ അൽ ആഖിലത്ത് എന്നാണ് പറയാ. കിതാബിലൊക്കെ കാണുന്ന വാക്കാണ് അസ്വാബത്തുൽ ആഖില. ആഖിലത്ത് എന്ന് പറഞ്ഞാൽ കാർന്നു തിന്നുന്ന അസുഖം, ക്യാൻസർ. മഹാനവറുകൾ മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോയതാണ്. അവിടെ ചെന്നപ്പോ കാല് നീര് വന്ന്, വ്രണങ്ങൾ വന്ന്, കാലാകെ മോശപ്പെട്ടപ്പോ മുറിച്ചു മാറ്റാൻ വേണ്ടി പറഞ്ഞ സന്ദർഭം നമ്മൾ ഓർക്കണം. ഈ ചരിത്രം നമ്മുടെ കൽബിലേക്ക് വരണം. കയ്യിൽ 4 കാശ് കിട്ടുമ്പോൾ മയക്കുമരുന്നും മദ്യപാനവും തോന്നിവാസങ്ങളും, നമ്മുടെ മക്കളുടെ ജീവിതം തന്നെ തിന്മകൾക്ക് അടിമകളായി മാറുമ്പോൾ നമ്മുടെ മുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ച മക്കളോടാണ് ഞാൻ പറയുന്നത്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം നിങ്ങളൊന്ന് ഓർക്കണമേ. കാല് മുറിച്ചു മാറ്റാൻ വേണ്ടി ഡോക്ടർമാര് വന്നപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് വേദന അറിയാതിരിക്കാൻ ഒരു ഗ്ലാസ് മദ്യം കൊണ്ടുവന്നിട്ടുണ്ട്, അത് കുടിച്ചിട്ടാവാം കാല് മുറിക്കുന്നത്, കാരണം അന്ന് അനസ്തേഷ്യയില്ല. നിങ്ങളുടെ ബോധം പോവാൻ വേണ്ടി ഈ കാല് മുറിച്ചു മാറ്റുന്ന നേരത്തെ നിങ്ങൾ വേദന അറിയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മദ്യം കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് കുടിക്കണേ. ഞങ്ങൾ കാല് മുറിച്ചു മാറ്റുകയാണ്, മുറിച്ചു മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രോഗം പടരും. ആ മഹാനുഭാവൻ അതിന് കൊടുത്ത മറുപടി എന്താണ്? മദ്യം എന്നോട് കുടിക്കാൻ നിങ്ങൾ പറയുകയാണോ? അഖ്ലുൻ മനഹനീഹി റബ്ബി ഉദ്ഹിബുഹു ബികഅസിൻ മിൻ ഖംറിൻ. എന്റെ ബുദ്ധി അല്ലാഹു നൽകുന്ന എന്റെ ബുദ്ധി, ചിന്താശേഷി, എനിക്ക് ചിന്തിക്കാനുള്ള കഴിവ് ഒരു കപ്പ് മദ്യം തന്നുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണോ? ലാ വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു മഹാനവറുകൾ. ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്റെ ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ, വിദ്യാർത്ഥിനികളെ, ഈമാൻ കൽബിന്റെ ഉള്ളിൽ ലവലേശമുണ്ടെങ്കിൽ, വിശേഷപ്പെട്ട നാളുകൾ വരുമ്പോ, നിങ്ങളുടെ പാർട്ടികൾ വരുമ്പോഴേ, ആസ്വാദ ആനന്ദ ദിവസങ്ങളും സമയങ്ങളും വരുമ്പോഴേ, പ്രത്യേകിച്ച് ന്യൂ ഇയർ പോലെയുള്ള അത്തരം ആഭാസങ്ങളൊക്കെ നടക്കുമ്പോഴേ, മദ്യപാനം അന്നത്തെ ദിവസം മൂക്കറ്റം കുടിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് ഓർക്കണമേ. ഈമാനുള്ള ഒരു മനുഷ്യനത് പാടില്ലെന്ന് വിശുദ്ധ നബി തങ്ങൾ പറഞ്ഞ, ഖുർആൻ പറഞ്ഞ, ഹറാമാക്കിയത്. ആരുടെയെങ്കിലും ശരീരം ഹറാമു കൊണ്ടാണ് വളർന്നതെങ്കിൽ, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഏതൊരു ശരീരത്തിലും ഹറാം കടന്നുകൂടി ണ്ടെങ്കിൽ അത് മദ്യമാവട്ടെ, അള്ളാഹു ഹലാലാക്കാത്ത ജോലിയിലൂടെയോ ബിസിനസ്സിലൂടെയോ ആണ് നമുക്ക് സമ്പാദ്യം കിട്ടിയതെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ തിന്നതെങ്കിൽ, നമ്മുടെ മക്കളെ വളർത്തിയത് എങ്കിൽ, അത്തരം ശരീരങ്ങൾ ചെന്നു കിടക്കാൻ നല്ലത് സ്വർഗമല്ല, അത് നരകമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാല് പച്ചയിൽ മുറിച്ചു മാറ്റാൻ പോകുമ്പോ ആ കാലിന്റെ മുറിവ് വേദന അറിയാതിരിക്കാൻ വേണ്ടി ഒരു കപ്പ് വീഞ്ഞു കൊണ്ടുപോയി കൊടുത്തിട്ടൊന്ന് കുടിക്കണേ എന്ന് പറഞ്ഞപ്പോഴാണ്, അള്ളാഹു എനിക്ക് നൽകിയ ബുദ്ധി നഷ്ടപ്പെടുത്താൻ നിങ്ങൾ എന്നോട് പറയല്ലേ. അള്ളാഹു ഹറാമാക്കിയ ഈ ഒരു ഖംർ ഈ സമയത്ത് ഒരുപക്ഷെ ഏതെങ്കിലും ന്യായം കൊണ്ട് നിങ്ങൾക്ക് ഹലാലാണെന്ന് വരുത്തി തീർക്കാൻ പറ്റിയേക്കാം. പക്ഷേ വല്ലാഹി ലാ അശ്റബ്, ഇനി ഞാനത് കുടിക്കുകയില്ല, എന്റെ മുമ്പിലേക്ക് അത് കൊണ്ടുവരല്ലേ. ഞാൻ ഇതിനൊരു പരിഹാരം പറയാം. വലാകിൻ ഇദാ തവല്ലഅതു, ഞാൻ വുദു എടുത്തു വരാം. കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ എന്റെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ആ കാലുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ വുദു എടുത്ത് നിസ്കരിക്കാൻ നിന്നാൽ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുകൾ ഞാൻ ഫാത്തിഹ കഴിഞ്ഞ് ഓതാൻ തുടങ്ങിയാൽ, നിങ്ങൾക്ക് വേണ്ടത് എന്റെ കാലുകൊണ്ട് ചെയ്തേക്കാം. നിങ്ങൾ മുറിക്കുകയോ കരിക്കുകയോ എന്താ വേണ്ടത് ചെയ്തോളൂ, ഞാൻ നിസ്കരിക്കുമ്പോ ചെയ്താൽ മതി. ആ നിസ്കാരം എന്തായിരിക്കും മുഅ്മിനെ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കി. ഒരു കൊതുക് വന്നു നിന്നാൽ നിസ്കാരത്തിൽ ശ്രദ്ധ പോകുന്ന നമ്മള്, റോഡിലൂടെ ഒരു അനൗൺസ്മെന്റ് പോയാൽ നിസ്കാരം ചൊല്ലുന്നത് മുഴുവൻ തെറ്റിപ്പോകുന്ന നമ്മള്, നമ്മുടെ മക്കളൊരു മൊബൈൽ ഓണാക്കിയാൽ ചിന്തകൾ മാറിപ്പോകുന്ന നമ്മുടെ നിസ്കാരം, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നത് എന്തും നമ്മളെ സ്വാധീനിക്കും
സ്വാധീനിക്കുന്നു നിസ്കാരത്തിൽ. എന്നാൽ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളുടെ മകളുടെ കുട്ടിയാണ്, അസ്മാ ബീവിയുടെ മോനാണ്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ സുബൈർ ഇബ്നുൽ അവ്വാം എന്ന ഹവാരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ